എൻ്റെ കയ്യിലുള്ള പൈസ മൊത്തം തീർന്നു. ബേസിക്കലി ഒരു നെഗറ്റീവ് ബാലൻസ് എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. ഇപ്പം ഞാനൊരു എക്സിബിഷന് പോകാൻ തീരുമാനിച്ചാൽ ഒരു 50 to 100 പ്രൊഡക്ട്സ് എങ്കിലും ഒന്നുണ്ടാക്കി കൊണ്ടുപോകേണ്ടതല്ലേ ആക്ച്വലി. ഒരു കസ്റ്റമേഴ്സിനൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയൊക്കെ കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് എൻ്റെ മാക്സിമം ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു 200 ആണ് മാക്സിമം. ഹെയർ അക്സസറീസൊക്കെ അതിലും കൂടുതലൊന്നും നമുക്ക് ചാർജ് ചെയ്യാൻ ഒരു രീതിയിലും പറ്റില്ല. എൻ്റെ കൂടുതൽ പ്രോഡക്ട്സ് ഒരു 100, 150 ആ റേഞ്ച് ആണെങ്കിലും മാക്സിമം ഇസ് 200. ഈ പ്രൊഡക്ട്സ് എല്ലാം ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ കോസ്റ്റ് എനിക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. ഉണ്ടാക്കുന്നൊരു ലേബർ കോസ്റ്റ് ഉണ്ട്. ഇതെല്ലാം കൂടാണ്ട് ഒരു ഹ്യൂജ് എമൗണ്ട് റെൻറ്റ് എനിക്ക് ആവശ്യം വരുന്നുണ്ട്. ഞാൻ ഈ എക്സിബിഷൻ എടുത്തേക്കുന്ന സ്പേസിന് വേണ്ടിയിട്ട് റെൻ്റ് എന്ന് പറയുന്നത് മിനിമം 3K ആട്ടോ. മിനിമം എന്ന് വെച്ചാൽ ഞാനത് വളരെ മിനിമം പറയുന്നത് 3-4 ഇരട്ടി ഉണ്ട് ആക്ച്വലി. പോട്ടെ, അത്രയുമൊക്കെ ആവും. സോ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 20 to 30 പ്രോഡക്ട്സൊക്കെ എനിക്ക് സെയിലായി എന്ന് വിചാരിക്കുക. അത് എൻ്റെ ഒരു എക്സ്പെൻസസ്, അതായത് ഒരു മെറ്റീരിയൽ കോസ്റ്റിൻ്റെ എക്സ്പെൻസിൻ്റെ ഒരു ഹാഫ് പോലും എത്തുന്നില്ലാത്തൊരു അവസ്ഥയാണ്. അതെല്ലാം കൂടാണ്ട് ഇതിപ്പോൾ ഞാനൊരു എക്സിബിഷൻ ബുക്ക് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 2 months ഏർലിയറേ നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ട്സ് സ്റ്റോക്കപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു എനർജി, ആ ഒരു സ്ട്രെസ് ലെവലൊക്കെ ഒത്തിരി കൂടുതൽ. എത്രയോ സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ടെന്നറിയോ. ഇതെല്ലാം നമുക്ക് ആ ഒരു ടാർഗറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ എങ്ങനെ എൻ്റെ സ്റ്റോള് സെറ്റപ്പ് ചെയ്യാം, എത്ര പ്രൊഡക്ട്സ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ആലോചിച്ച് കൂട്ടുന്ന ഒരു സ്ട്രെസ് ലെവൽ ഇറ്റ്സ് ഭയങ്കര ഹ്യൂജാണ്. കാരണം ഇതിൻ്റെ പ്രോബ്ലം അല്ല ഞാൻ പറയണേ, ലിമിറ്റേഷൻ വരുന്നത് ടൈം സ്പാനാണ്. ലൈക്ക് ഒരു 2 monthsനുള്ളിൽ കുറച്ചധികം ചെയ്യാനുള്ള ഒരു ലിമിറ്റഡ് ടൈമിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഇത് എൻ്റെ ഒരു പ്രൊഡക്റ്റ് കാറ്റഗറി സ്മോൾ ആയതുകൊണ്ട് വരുന്ന കുറച്ച് ഡ്രോബാക്സ് മാത്രമാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പം ഞാൻ ഇതിൽ നിന്ന് പഠിച്ച ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ കുറച്ചും കൂടി വലിയ പ്രോഡക്ട്സ് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് അടുത്ത എക്സിബിഷന് പങ്കെടുക്കാം. അതല്ല, എനിക്ക് ആക്ച്വലി പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എക്സിബിഷൻസിന് പോവുക, കുറേയൊക്കെ ഷോപ്പ് ചെയ്യുക, കുറച്ച് ഫുഡൊക്കെ അടിക്കുക, ഹാപ്പിലി എന്നിട്ട് വീട്ടിൽ തിരിച്ചു വരാം. എനിക്ക് തോന്നുന്നു, എനിക്ക് പേഴ്സണലി അതാണ് ബെറ്റർ. എന്നിട്ട് ബിസിനസ് ഓൺലൈൻ മാത്രം കൊണ്ട് നടക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ.